ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുഞ്ഞാച്ചി ഒരു ദിവസം എത്ര വട്ടം പിണങ്ങുന്നതാണ് കേട്ടോ. പിണക്കങ്ങളാണ് അവിടെ ദിവസം തന്നെ. ഡേ ഇൻ ഹർ ലൈഫ് എന്ന് വേണമെങ്കിൽ ചെറുതായിട്ടൊരു മിനി വർഷൻ പിണക്കങ്ങൾ മാത്രമേ ഇതിൽ കിട്ടിയിട്ടുള്ളൂ. അതെല്ലാം കാണിക്കാവേ. ഞാൻ എന്റെ ഡാർക്ക് ഫാന്റസി ഒക്കെ തിന്നോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അതേ വല്യമ്മയുടെ വണ്ടി കയറുമ്പോൾ ഹെൽമെറ്റ് വെക്കാൻ മറക്കുമെന്ന് പേടിച്ച് തലേന്ന് ഹെൽമെറ്റ് ഊരാറേ ഇല്ല കേട്ടോ. അപൂർവ്വ ജീവിതം. എന്തിനാണ് ഇവളിപ്പോ ഈ കരയുന്നുള്ള കാര്യം ഇവക്കും അറിഞ്ഞൂടാ, ഞങ്ങൾക്കും അറിഞ്ഞു. ആ പിണക്കം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് കേട്ടോ ഈ കാഴ്ച കാണുന്നത്. പിള്ളാരെ പിടുത്തക്കാരെ കൂട്ടി ഇവനെ പിടിച്ചുകൊണ്ട് വന്നത് കുളിപ്പിക്കാനാണ് കേട്ടോ. കുളിക്കാൻ വിളിച്ച ഇവൻ വരത്തില്ല, അതിനെ എടുത്തോണ്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് വല്യമ്മ കൊണ്ടുവന്ന കുറച്ച് നെല്ലിപ്പുളി ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് വന്ന് നോക്കി നിന്ന്. ഇവളോട് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞ് ചെറിയൊരു എക്സ്പ്രഷൻ ആണ്, അതിനാണ് ഇനി ഒത്ര ഓവർ ആക്ഷൻ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്ഥിരം കലാപരിപാടിയായ പിണക്കമാണ്, പിണങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, എല്ലാത്തിനും പിണക്കമാണ്. അടുത്ത പിണക്കത്തിനുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എന്റെ ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടത്തിട്ടോണ്ടിരിക്കുന്നത്. എന്ത് മേക്കപ്പ് സാധനം കണ്ടാലും കണ്ണ് തെറ്റി എടുത്തിടും. അതാ അടുത്ത പിണക്കം. ഈ പിണക്കം എന്തിനാണെന്ന് ചോദിച്ചാൽ ഷാർജ വേണമെന്ന് പറഞ്ഞ് ഷാർജ അടിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞതിനുള്ള പിണക്കമാണ്. ഇത്രയും പിണക്കമെന്ന് വിചാരിക്കണ്ട കേട്ടോ. പിണങ്ങി അപ്പൊ തന്നെ അവള് മറക്കും, കാരണം അടുത്ത ഉടനെ തന്നെ അവൾക്ക് അടുത്ത പിണക്കം പിണങ്ങാനുള്ളതാണ്. അതാ ശാന്തശീലയായ കുട്ടി മാങ്ങ മുറിച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് കൊണ്ടുവരുന്നത് കണ്ടോ. അടുത്ത പിണക്കം എല്ലാം നിമിഷങ്ങൾക്കുള്ളിലാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ ആ മാങ്ങ മുറിച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തിനോ വേണ്ടി ഒന്ന് പിണങ്ങി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ അവിടെ അന്നത്തെ ദിവസം അവസാനിച്ചു. അപ്പൊ ഇത്രയുള്ളൂ. കേസ് ടാറ്റാ.